ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മാറ്റ് മീഡിയ മലയാളം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബിഗ് ബോസ് സീസൺ 7 പ്രഡിക്ഷൻ ലിസ്റ്റ്. ഒട്ടും തന്നെ സമയം കളയാനില്ല. ഇനി അങ്ങോട്ട് ഓഗസ്റ്റ് 3 നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്ന ഗ്രാൻഡ് ലോഞ്ച് ഡേറ്റ്. ലാലേട്ടൻ തന്നെ അവതാരകനായി എത്തുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ഇതാ ബിഗ് ബോസ് സീസൺ 7 നിങ്ങളുടെ മുന്നിലേക്ക് സ്നേഹവിരുന്ന് ഒരുക്കുവാൻ, കൂടുതൽ ഓളങ്ങൾ സൃഷ്ടിക്കുവാൻ, ഇതാ നമ്മുടെ സോഷ്യൽ മീഡിയ അടക്കി ഭരിക്കുവാൻ എത്തുകയാണ്. ആരൊക്കെയായിരിക്കും ഇത്തവണ ഉണ്ടാകുമെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യുന്ന ചാനലാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ കൺഫേംഡ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഒരു 90% ആൾക്കാരും പിന്നീട് ഓഡിഷൻ വഴി അല്ലെങ്കിൽ വൈൽഡ് കാർഡ് എൻട്രി വഴി ബിഗ് ബോസ് പല സീസണുകളിലായിട്ട് എത്തിയതുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തവണത്തെ സീസണിലെ പ്രഡിക്ഷൻ ലിസ്റ്റ് നോക്കാം. നിങ്ങൾ ആരൊക്കെയാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മടിക്കരുത്. നേരെ പോവാണ്. ആദ്യത്തെ താരം മറ്റാരുമല്ല, ഗായത്രി സുരേഷാണ്. ഒരുപാട് വിവാദങ്ങളിലൂടെ ഒക്കെ നിറഞ്ഞു നിന്നു. തൽക്കാലം ഇപ്പോൾ ഒരു ബ്രേക്ക് ഇട്ടിരിക്കുകയാണ്. ഏതായാലും ഏഷ്യാനെറ്റ് ബിഗ് ബോസ് വഴി ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് തഗ്ഗുകളും അതുപോലെ തന്നെ അതിലേറെ വിവാദങ്ങളും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയ ബിഗ് ബോസിന് കൂടുതൽ സ്വീകാര്യത കൂടുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. രണ്ടാമത്തെ താരം മറ്റൊന്നുമല്ല, ഷാഫി കൊല്ലമാണ്. സ്റ്റാർ മാജിക്കിൽ ഇടയ്ക്ക് വന്നു. അതുപോലെ തന്നെ വളരെയധികം ഗായകനായിട്ടും മറ്റ് ഹാസ്യ നടനുമായിട്ടൊക്കെ മലയാളികളുടെ മനം കവർന്ന ഒരു താരം കൂടിയാണ് ഷാഫി കൊല്ലം. ഇത്തവണ ബിഗ് ബോസ് സീസൺ 7 അദ്ദേഹത്തെ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അടുത്തത് ശ്രീലക്ഷ്മി അറക്കലാണ്. എല്ലാ ബിഗ് ബോസ് സീസണുകളിലും ഇത്തരത്തിൽ സോഷ്യൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില സേവകരെ അല്ലെങ്കിൽ ഈ ഒരു തരത്തിലുള്ളവരെ ബിഗ് ബോസ് സീസണുകളിലേക്ക് മത്സരാർത്ഥികളായി വിളിക്കാറുണ്ട്. ഇത്തവണ അതെന്തായാലും ശ്രീലക്ഷ്മി അറക്കരാവാനുള്ള സാധ്യതയും വളരെ വലുതാണ്. ഇനി അടുത്ത ഒരു താരം എന്ന് പറയുന്നത് അപർണ തോമസ് ആണ്. അത് 2 രീതിയിലാണ്. അതായത് ഒരുപക്ഷെ കപ്പിളായിട്ട് തന്നെ വിളിക്കാം, ഭാര്യയും ഭർത്താവിനെയും തന്നെ വിളിക്കാം, അല്ലെങ്കിൽ അപർണയെ മാത്രം വിളിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം അവതാരകയാണ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലെയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു താരം കൂടിയാണ്. ഒരുപാട് ജനസ്വീകാര്യതയുള്ള ഫാൻസുകാരുള്ള ഒരു നടി കൂടിയാണ്. മറ്റൊന്ന് മുകേഷ് എം ആണ്. മുകേഷ് എം നായരാണ്. ഇത്തവണ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്ന് നമ്മൾ കണ്ടു. പല കേസുകളിൽ അകത്ത് പോയി ജസ്റ്റിഫിക്കേഷൻ കൊടുത്തു. ഇപ്പോഴും പല രീതിയിലുള്ള റീലുകൾ ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രേക്ഷകരെ പല രീതിയിൽ വിസ്മയിപ്പിക്കുന്നുണ്ട്. അതിൽ ഹേറ്റേഴ്സിനെയും സത്യത്തിൽ സമ്പാദിക്കുന്നുണ്ട്. കാത്തിരിക്കാം മുകേഷ് വരുമോ ഇല്ലയോ, നിങ്ങളതാണ് പറയേണ്ടത്. അടുത്തത് ബൈജു സോപാനമാണ്. ഉപ്പും മുളകും എന്ന വലിയ ഒരു ജനസ്വീകാര്യത നേടിയ പരമ്പരയിലൂടെ വന്നതിന് ശേഷം പിന്നീട് പല ഇൻ്റർവ്യൂ വഴിയും ഇപ്പോൾ പല രീതിയിലുള്ള കോൺട്രവേഴ്സികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. എന്തായാലും മലയാളികളുടെ ഇഷ്ടതാരം തന്നെയാണ്. ഒരു ഐഡിയൽ വീട്ട് ഉടമസ്ഥ അല്ലെങ്കിൽ ഒരു ഗൃഹനാഥൻ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ബിജു സോപാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അടുത്ത താരം റിമി ടോമിയാണ്. ഇത്തരത്തിൽ വളരെ എനർജറ്റിക് ആയിട്ടുള്ള നമ്മളെല്ലാവരും സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ നേരം കാണാൻ കാത്തിരിക്കുന്ന ഒരു താരം കൂടിയാണ് റിമി ടോമി. അവർ വരുമോ എന്ന് കാത്തിരുന്നതിനെ കാണണം. നമ്മൾ എന്തായാലും ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് ജാസിയാണ്. നിങ്ങൾക്ക് പലർക്കും ഒരു പക്ഷേ കണ്ട് പരിചയമുള്ള മുഖമായിരിക്കും. ഇപ്പോൾ ഒരുപാട് ഇന്റർവ്യൂകളിലൂടെ വീണ്ടും വൈറലാകുന്ന ഒരു താരം കൂടിയാണ്. കാത്തിരിക്കാം. ഇത് രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ നമ്മുടെ മലയാളി ഹൗസിലൊക്കെ പോയതാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും വിവാദങ്ങളും ഉണ്ടാക്കുമെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട്. ഇന്റർവ്യൂകളിലൂടെയും അതുപോലെ ചാനൽ ചർച്ചകളിലൂടെയും ഒരുപാട് പ്രേക്ഷകരെ സൃഷ്ടിച്ച ഒരു വ്യക്തി കൂടിയാണ് രാഹുൽ ഈശ്വർ. അടുത്ത താരം മറ്റാരുമല്ല, രോഹനാണ്. തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫുഡി കൂടിയായിട്ടുള്ള യൂട്യൂബർ കൂടിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അടുത്തത് സാധാരണ കഴിഞ്ഞ സീസണിലെ ജാസ്മിൻ വന്ന പോലെ ഇത്തവണ ഗ്ലാമി ഗംഗയ്ക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചാൻസ് കൊടുക്കുന്നത്. വീടിൻ്റെ പാലുകാഴ്ചയൊക്കെ കഴിഞ്ഞ് നമ്മൾ കണ്ടു. സ്വന്തമായിട്ട് 26-ാം വയസ്സിൽ തന്നെ സ്വന്തമായിട്ടൊരു വീട് വെച്ച് മാതൃകയായിട്ടുള്ളൊരു യൂട്യൂബർ കൂടിയായിട്ടാണ്. എന്തെങ്കിലും ഇന്നത്തെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ വളരെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇത്രയും താരങ്ങളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതിൽ ആരെയൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. മറ്റു വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുക.